ഇപ്പൊ ഒന്ന് ലോഡ് നമ്മുടെ ഗോഡൌണിൽ ഇറക്കിയിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. ശരി പറഞ്ഞേ. വേണ്ടില്ലേ? ഹലോ ഹലോ, എന്താ ഈ പത്തംലാൽ ഊരിലാൽ സാബ്ജിയുടെ ഓഫീസ് ഇതല്ലേ? എന്താ ഇടാ, ഉത്തംലാൽ പ്യാരിലാൽ സേഠ്ജിയുടെ ഓഫീസ് ഇതല്ലേ? അതായിരുന്നു. ഇപ്പോഴല്ലേ? ഇപ്പൊ പൂരപ്പരയില്ല. ഓഹോ, ഓഫീസ് അങ്ങോട്ട് മാറ്റിയോ? അല്ല, സർക്കാരിന്റെ കൂടെയാ. സർക്കാരിന് ഷെയർ കാണും. ഷെയർ ഉള്ള പോലൊക്കെ തന്നെയാ. ആട്ടെ, നിങ്ങളാരാ? ഞാൻ ഫിലിം സ്റ്റാർ ജയന്റെ ഞങ്ങൾ സേഠ്ജിയുമായി ചില ബിസിനസ് ഡീലിംഗ്സ് ഉള്ളവരാ. എത്ര നാളായി ബിസിനസ് തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. കുറച്ച് നാളായെന്ന് വെച്ചാൽ കുറെ നാളായി വിചാരിക്കുന്നു സേഠ്ജിമാര് ബിസിനസ് തുടങ്ങിയാൽ ആട്ടെ, എന്താ ചരക്ക്? അതെന്തിനാണ് അന്വേഷിക്കുന്നത്? അന്വേഷിക്കുന്നത് ഞാനല്ല, പിന്നെ സേഠ്ജിയുമായി ബിസിനസ് ഉള്ള ആളുകളൊക്കെ അന്വേഷിക്കുന്നത്. അവരാ. എന്തിനാ അന്വേഷിക്കുന്നത്? ചുമ്മാ വെറുതെ ഒന്ന് പരിചയപ്പെടാൻ. ആശാനെ കാര്യം പറ. ഇരുമ്പിന്റെയും തുരുമ്പിന്റെയും പിറകിൽ സേഠ്ജി ചെയ്തുകൊണ്ടിരുന്നത് സ്വർണ്ണ ബിസ്ക്കറ്റിന് ഏർപ്പാടായിരുന്നു. അതങ്ങ് പിടിച്ചു. ഇപ്പൊ പൂജപ്പുര സെന്റർ ജയിലില്ല. എന്റെ അമ്മേ, എത്രയും വേഗം ഇനി ദൂരാ നോക്ക്. എന്റെ പൊന്നു സാറേ, ഞങ്ങൾ ഇവിടെ വന്നിരുന്ന ആരോടും പറയരുത്. അവന്റെ മുടിഞ്ഞ ഒരു ആക്രി കച്ചവടം മാടാ. തീപ്പെട്ടിയുണ്ടോ? തീപ്പെട്ടി? തീപ്പെട്ടി അതെന്തോ തീപ്പെട്ടി സർ. ഒരു സ്ട്രോങ് സോഡ എനിക്ക് വരണം. ഒരു പഴം എനിക്ക്. എന്നാലും എന്റെ പ്ലാൻ മുഴുവൻ തെറ്റിയല്ലോ. സാരമില്ലയാ, തുരുമ്പില്ല വേറെ എന്തെങ്കിലും ബിസിനസ്. കൈ കാശുള്ളപ്പോ ബിസിനസ്സിനാണോ വിഷമം? അല്ല പിന്നെ. എത്രയായി? 2 രൂപ 40 പൈസ. 100 റുപ്പീസിന് ചേഞ്ച് ഉണ്ടോ? ഇല്ല. അയ്യോ, എന്റെ രൂപ പോയി. പോയോ? അയ്യോ, ആരും അടിച്ചോണ്ട് പോയി. ബസ്സിൽ പോയി ആരും. സമയം കളയാതെ പോലീസിന് കംപ്ലൈന്റ്. അത് വേണ്ട. എന്താ? രൂപ മൂപ്പിൽസിന്റെ ആണെങ്കിൽ ഞാൻ മോഷ്ടിച്ച കാശല്ലേ. ചിലപ്പോ സ്റ്റേഷനിൽ ചെല്ലുമ്പോ നമ്മളെ പറ്റി വല്ല കേസും ഉണ്ടെങ്കിലോ? നമ്മളെ പറ്റിയോ? എന്നെ പറ്റി എന്ന് പറ. എന്നാലും ഒരു വലിയ തുകയല്ലേ? 2-3 ലക്ഷം രൂപ കാണില്ലേ? അത്രയില്ല, അതിനടുത്ത് വരും. ഒരു 1.5 ലക്ഷം രൂപ വരില്ലേ? 75,000 രൂപ. കുറച്ചുകൂടെ പോരട്ടെ. 50,000. ഇനിയും പോരട്ടെ. 25,000. എത്ര ഉണ്ടെന്ന് പറയണോ? 12,500 രൂപ. 12,500 ഉലുവായോ? അല്ല, അത്രയില്ല. ഹോട്ടൽ ബില്ലും മറ്റു ചെലവുകളും പിന്നെ നിന്റെ ചെലവും എല്ലാം കഴിച്ചൊരു 10,000 രൂപ വരും. അപ്പൊ 10,000 കോപ്പും കൊണ്ടാണോ നീ ഇന്റർനാഷണൽ ബിസിനസിന് ഇറങ്ങിയത്? അല്ല, ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ. അങ്ങത്തൊലി ഇതിന്റെ തന്തയുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? ഉണ്ട്. ഇത് കുമാരേ, അയ്യോന്റെ കാശ് തന്നിട്ടോ. എന്തൊക്കെ നമ്പറുകളായിരുന്നു. AC സൂട്ടിലെ താമസിക്കൂ, ചില്ലി ചിക്കനെ കേറ്റു, ഇന്റർനാഷണൽ തുരുമ്പ് ബിസിനസ്, കൂട്ടത്തി സിനിമ പിടുത്തും. അത് നശിപ്പിച്ചോ? ഓണർ കാണണ്ട. നിന്റെ വാക്ക് കേട്ട് ഞാൻ ഈ മുറി കൂടി വിട്ടിരുന്നെങ്കിൽ ശയിച്ചോ? ഇപ്പൊ കിടപ്പ് റെയിൽപാളത്തിലായനെ അല്ലേ? ബാലഗോപാല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? ഇത് കേട്ടാ തോന്നുന്നു ഞാൻ കരുതി കൂട്ടി ചെയ്തതാണെന്ന്. എന്റെ പൈസ പോയതിന്റെ വിഷമം ഞാൻ ആരോട് പറയാനാ? നിനക്ക് നിന്റെ പൈസയെ പോയുള്ളൂ. എനിക്ക് പോയത് എന്റെ ലൈഫാ. ഫിലിം ഫീൽഡിലുള്ള എല്ലാരെയും ഞാൻ വെറുപ്പിച്ചു. ഹരഹര പ്രൊഡക്ഷൻസ്, ഓം ക്രീം മൂവി. നിർത്തോ തന്റെ ഒരു ഓം ക്രീം. കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. നിന്നെ ഞാൻ പിടിച്ചു വലിച്ചോണ്ട് പോയൊന്നുമല്ലോ. അത് ശരി, നീ ഇത് പറയുമെന്ന് എനിക്കറിയാം. നീ കാണിച്ച ജാടയിൽ വീണുപോയി എന്നുള്ളത് എന്റെ തെറ്റ്. ഇക്കാലത്ത് ഒരുത്തനെ വിശ്വസിക്കരുത്. കുമാറേ, പോട്ടടാ. എനിക്കും പറ്റിയ നിനക്കും പറ്റിയ നഷ്ടം. ഇനി നമുക്കതങ്ങ് മറക്കാം. നിനക്കിതൊക്കെ മറക്കാം. നീ ഇന്നോ നാളെ പൊടിയും തട്ടി അങ്ങ് വീട്ടിൽ പോവും. ഞാനോ? ആര് പറഞ്ഞു പോകുന്നെന്ന്? ഇനി ഞാൻ എങ്ങോട്ട് പോവാനാ? പോടാ, കാശുണ്ടായി ദോശ എന്നാ മതി. ഓസിനാരാ പറ്റി ഞാനാരാ? നിന്റെ അമ്മായി അപ്പനോ? നിന്നെ എടുത്തോളാം. ഈ പൊടിയെ നീ എടുത്താ പൊങ്ങൂല. മാറുന്നില്ല സഹോദര. അച്ഛനെ ഒരു 8 ദോശ. ഇത്രയും പേര് ഇവിടെ ചൊറിയും കുത്തി നിൽക്കുമ്പോഴത്തെ തനിക്ക് മാത്രം അങ്ങോട്ട് മാറിക്കേ. നേരത്തെ ഓർഡർ തന്നാ മനസമാധാനത്തോടെ അരികു പറ്റി ഇരിക്കാമല്ലോ. ദോശ തരുമ്പോ മതി. ഒരു ഗ്ലാസ് എടുക്കുന്നേ, ഇപ്പൊ തരാം. 2 ദോശ വെയിറ്റ് ചെയ്യണം. മിക്സിങ് വായിക്കകത്ത് വെച്ച് തന്നെ ആയിക്കളെ. ഇത്രയോ?
ശ്രീപത്മനാഭ. ഒന്ന് മാറിക്കേ. പൊടിയാ ദോശ തന്നെ. അല്പ താമസിക്കും. ദോശ കഴിഞ്ഞിട്ടല്ലേ ഓംലെറ്റ്? എനിക്കറിയാം. അത്ര അത്യാവശ്യം അപ്പുറത്തോട്ട് ചെന്നാട്ടോ. ക്യൂ നിന്നാലെന്താ, നല്ല അസല് ദോശ. ഏറ്റിക്കോ. മുറിക്കകത്ത് കിടക്കുന്നതിനേക്കാൾ സൗകര്യം ഇടാ, സുഖവും. എനിക്കൊരൊറ്റ വിഷമമേ ഉള്ളൂ. എന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന കുറെ പാവങ്ങള് പട്ടിണിയിലാവും. മുട്ടാസ്. എടാ കുമാറേ, ആ തട്ടുകടയിൽ ഒരു ദിവസം രാത്രി എത്ര രൂപയുടെ കച്ചവടം കാണും? ഒരു ദിവസം അയാൾക്ക് എന്ത് മിച്ചം കിട്ടും? വല്ലവന്റെ വരുമാനത്തിന്റെ കണക്കെടുക്കാൻ നമ്മൾ എന്തിനാളിയാ വെറുതെ ഉറക്കം വളയ്ക്കുന്നത്? അതല്ലടാ, എന്നാലും വരുമാനത്തിന്റെ തോത് പൊടിയനെ കണ്ടാൽ അറിഞ്ഞൂടെ? 2 കൊല്ലം മുമ്പ് കട തുടങ്ങുമ്പോ ഒരൊറ്റ മുണ്ടും കീറ തോർത്തുമായിരുന്നു വേഷം. ഇപ്പൊ കണ്ടില്ലേ, സിൽക്ക് ജൂബ, കഴുത്തി സ്വർണ്ണ മാല, കൈ സ്വർണ്ണ ചെയിൻ, ഒരു സൂപ്പർ സ്റ്റാർ റൈന. ഒരു ദിവസം കുറഞ്ഞതൊരു 100-100 രൂപയെങ്കിലും അയാൾക്ക് ലാഭം കിട്ടുമല്ലേ? 100 രൂപയോ? ബാക്കി എവിടെ പോവും? എന്താ ഈ പാതിരാത്രിക്ക് കണക്കെടുത്തിട്ട് ഇത്ര അത്യാവശ്യം? പൊന്നടി ഉറങ്ങാൻ നോക്ക്. അകത്ത് പോയതിന്റെ പെരുപ്പ് പോയാലേ ഉറങ്ങാൻ പിന്നെ സംഗതി വേറെ ഇല്ല. ആ, ഗുഡ് നൈറ്റ്. എടാ കുമാറേ, എണീക്കടാ. സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കല്ല. എന്താ കാര്യം? അല്ല, ഞാനേ രാത്രി മുഴുവൻ കിടന്ന് ആലോചിക്കായിരുന്നു. എന്റെ പൊന്ന് പോലെ നീ ഇനിയും ഓരോന്ന് ആലോചിച്ച് കുളമാക്കരുത്. അതല്ലടാ, വല്ലത് നീ ഒന്ന് നേരെ ഇരി. നിനക്കിപ്പോ എന്താ വേണ്ടത്? അല്ല, നമുക്കൊരു തട്ടുകട തുടങ്ങിയാലോ? ഫസ്റ്റ് ഓര് മാറ്റടാ. നീ എന്താ ചിരിച്ച്? ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. എടാ, ദോശക്കട തുടങ്ങാനാണെങ്കിൽ നിന്റെ അച്ഛൻ ശങ്കരൻ നായർക്ക് ആ പഞ്ചായത്ത് ഓഫീസിന്റെ അപ്പുറത്തൊരു കെട്ടിടം ഉണ്ടായിരുന്നല്ലോ. നിനക്ക് അന്നേ അവിടെ കാണാൻ തുടങ്ങാൻ മേലായിരുന്നു. നീ ഇവിടെ വന്ന് എന്നെ വഴിയാധാരമാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇനി ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊക്കെ സംഭവിച്ചു പോയില്ലേ? സംഭവിച്ചതല്ല, സംഭവിപ്പിച്ചതാണ്. നീയാണ് അതിന് ഉത്തരവാദി. നീ അതൊക്കെ അങ്ങ് മറന്നു കളയട കുമാറേ. ഏത് തൊഴിലും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്, അന്തസ്സുണ്ട്. സത്യത്തിൽ ആ തട്ടുകടക്കാരനോട് എനിക്ക് ബഹുമാനമാണ് തോന്നിയത്. കാര്യം ശരിയാണ്. ഇനിയിപ്പോ ഏതായാലും ജീവിക്കാതെ പറ്റില്ലല്ലോ. എടാ, അങ്ങനെ കാശ് വേണ്ടേ? തട്ടുകട എന്നൊക്കെ പറഞ്ഞ പണ്ടി വേണം, സ്റ്റൗ വേണം, ദോശക്കല്ല് വേണം, അരി, ഉഴുന്ന്. രൂപ എത്ര വേണമെന്ന് അതിന്റെ വിചാരം? രൂപ ഉണ്ടാക്കാം. എന്താ, നീ അടുത്ത ബസ് വീട്ടിൽ പോയി വീണ്ടും മോട്ടിച്ചുകൊണ്ടിരാൻ പോണോ? അതല്ലടാ. പിന്നെ എങ്ങനെ? തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒറിജിനൽ ആണോ? ദരിദ്രവാസി, ഇതിന്റെ അമ്മ എന്ന മാലയാ. അപ്പൊ വിൽക്കാം. ഒരു 4 ദോശ സിംഗിൾ ബുൾസൈ. സ്വപ്പം താമസിക്കും. 2 കൈ ഒരു കല്ലുവേ ഉള്ളൂ. അത് 2 കൈ ഒരു വായുള്ളൂ. കുറച്ച് താമസിച്ച എന്താ, നല്ല ഒന്നാന്തര ദോശയിലേക്ക് കിട്ടുന്നത്. മായമില്ല, കലർപ്പില്ല. അപ്പുറത്തെ പൊടിയന്റെ പോലെ അല്ല, നല്ല ന്യായമായ വിലയും. ചായ എടുത്തൊരു ചായ ഇറേ. അത് ഓംലെറ്റ് തന്നെ, കുറെ ദോശ. ആദ്യം അല്ലേ പുറകെ ഇല്ല. ഓംലെറ്റ് റെഡി അല്ലേ? 2 ഓംലെറ്റ്. യെസ്. ചൂട് ദോശ, ചമ്മന്തി, രസമട, ചമ്മന്തി. അപ്പുറത്തവരുടെ കടല ചമ്മന്തിയാ. എന്റെ നല്ല ശുദ്ധമായ തേങ്ങയിൽ അരച്ചുണ്ടാക്കിയ ചമ്മന്തിയാ. 40 വയസ്സ് വെച്ച് മതി. നിങ്ങൾ എന്ത് വിചാരിച്ചാണ് ഈ കച്ചവടം നടത്തുന്നത്? ബാക്കിയുള്ള 50 വയസ്സ് വെച്ച് ദോശ വെക്കുമ്പോ നിങ്ങൾ 40 വയസ്സ് വെച്ച് വെക്കുന്ന എവിടത്തെ ന്യായമാണ്? ഞങ്ങളുടെ ന്യായം ഇതാണ്. അങ്ങനെ അമിത വിലക്ക് വീട്ടിലെ കൊള്ള ലാഭം ഞങ്ങൾക്ക് വേണ്ടോ? അതൊക്കെ 4 പേര് കേൾക്കും. എന്തിന് പാത്തിക്കെ? ഞങ്ങൾക്ക് ഇവിടെ വിളിക്കാനൊന്നുമില്ല. 4 പേര് കേക്കട്ടെ. 4 പേര് കേൾക്കാൻ തരീക്കട നടത്തിയെങ്കിലല്ലേ? ഞങ്ങൾ നടത്തുന്നു. നമുക്കൊന്ന് കാണാം. പോടാ. ആ. പൊടിയാണെങ്കിൽ അറിഞ്ഞൂടാ. പോടാ വിൽക്കുമ്പോടിയാ. പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ സർവ്വ ചെലവും കഴിച്ച് 10-100 രൂപ ഒരു ദിവസം പോക്കറ്റിൽ വീഴുന്നു ഞാൻ വിചാരിച്ചില്ലളിയാ. ഇന്ന് മുതൽ ബിസിനസ് നമുക്കൊന്നുകൂടി ഉഷാറാക്കണം. ഹോർലിക്സും ബോൺവിറ്റയും മാൾട്ടോവയും ഒക്കെ വാങ്ങി വെക്കണം. ഇങ്ങനെയുള്ള പുതിയ നമ്പറുകൾ ഇറക്കിയാലേ ഇക്കാലത്തെ ബിസിനസ് കോമ്പറ്റീഷൻ നമുക്ക് പിടിച്ചു വെക്കാനൊക്കൂ. തുരുമ്പ് ബിസിനസ് പിടിച്ചു നിന്നാരും എനിക്കറിയാം. വാചകം അടിക്കാതെ ഇപ്പൊ ഉള്ളതുകൊണ്ട് തട്ടിയും മുട്ടിയും ഒക്കെ മുമ്പോട്ട് പോകാം. നിന്റെ ജാട കേൾക്കുമ്പോ എനിക്ക് പേടിയാ.
ഹോർലിക്സും മാൾട്ടോവയും ഞാൻ കക്കൂസ് കഴിഞ്ഞാൽ നോക്കട്ടെ. എടാ പോടേ പോടേ. അയ്യോ ആവർത്തി ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ഞങ്ങളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. ഇനി എല്ലാരും ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് വിശക്കുന്നല്ലോ. തനിക്ക് വിശക്കുന്നില്ലേ? പിന്നെ വിശക്കുന്നില്ലയോ? ദോശ ഉണ്ടാക്കാൻ പറ. സ്റ്റൗ കത്തിക്കടാ, കത്തിക്കടാ സ്റ്റൗ. ആ ദോശക്കൽ വെച്ച് മാവഴി എന്തെല്ലാം വിനായിരിക്കുന്നേ? കല്ല് ചൂടായില്ല സാർ. ഒഴിക്കലാ മാവ്, ഇല്ലെങ്കിൽ ചൂടാക്കും. എന്താടാ മാവ് ഒഴിച്ചിട്ട് ശബ്ദമില്ലേ? എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല സാർ. പണിയൊന്നുമില്ലല്ലേ? ഞാൻ ക്യാഷിലാണ് സാർ. കാശിലിരിക്കാൻ ചായ എടുക്കടാ. സാർ നിന്നടിച്ചു ബുദ്ധിമുട്ടണ്ട, ഇരുന്നടിച്ചു. ലഡോ അതെ പാവം. വ്യാജമദ്യ വിൽപ്പന, ഭക്ഷണത്തിൽ മായം ചേർക്കല്, അടിപിടി, തട്ടുദോശ വിൽപ്പന എല്ലാം കൂടെ ചേർത്തൊരു 5 കൊല്ലം അഴിയെണ്ണാനുള്ള വകുപ്പുണ്ട്. എഴുതാക്കാൻ പറഞ്ഞോടാ. എന്നാ നോക്കിയിരിക്കുന്നത്? എന്താ സ്റ്റേഷനിൽ കഥകളിയോ? എന്റെ തമ്പി സാറ് 2 മഹാവേന്ദ്രന്മാരാ. എന്താ ചാർജ്? പേരിനൊരു തട്ടുകട ഇട്ടിട്ട് രാത്രി സിറ്റി നടക്കുന്ന സകല അക്രമത്തിന്റെ പിന്നിലെ അവന്മാരാ. കണ്ടിട്ട് പാവങ്ങളാണെന്നാ തോന്നുന്നത്. അതെ സാർ, പാവങ്ങളാ. വയറ്റിപ്പഴുപ്പിന്റെ ഒരു പ്രശ്നമാണ് സാർ. രാത്രി കുത്തും വഴക്കം ഉണ്ടാക്കിയിട്ട് നിന്റെ ഒന്നും വയറങ്ങനെ പിഴയ്ക്കണ്ട. ദോശ കരിയുന്നടാ. മറിച്ചിട്ട എന്തായിരുന്നു പ്രശ്നം? അഭ്യസ്തവിദ്യരായ 2 തൊഴിലെതിരാണ് സാർ ഞങ്ങൾ. സ്വയം തൊഴിൽ കണ്ടെത്തൽ പരിപാടിയുടെ ഭാഗമായി ഞങ്ങളൊരു തട്ടുകട തുടങ്ങി. ഏതോ ഗുണ്ടകൾ രാത്രി മദ്യപിച്ച് ഇങ്ങോട്ട് വഴക്കിന് വരികയായിരുന്നു. അല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്തില്ല. ഞങ്ങളെ കണ്ടാൽ അങ്ങനെ ചെയ്യുന്നവരാണെന്ന് തോന്നുമോ സാർ? ഏയ്, പ്രസവം എടുത്ത വയറ്റാട്ടിയുടെ കയ്യെ കിടന്ന മോതിരം അടിച്ചുകൊണ്ട് പോകുന്ന എനവല്ലേടാ നീയൊക്കെ. എന്റെ പൊന്നു സാറേ, ജീവിതത്തിൽ ആദ്യമായിട്ടാ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. വിക്രമനാരെ, അവര് പാവം പയ്യന്മാരാ.
അവരെ അങ്ങ് വിട്ടേരെ. തമ്പി സാറിന് അത് പറയാം. എവനൊക്കെ പാഷാണത്തി കൃമികളാ. പ്രയോജനമില്ല. ആ, താൻ അവരെ അങ്ങ് വിട്ടേരെ. അതല്ലെന്ന്. എന്നാലും രണ്ട് ക്രിമിനൽസ്. അഡ്വക്കേറ്റ് തമ്പിയല്ല, തന്റെ സുഹൃത്താണ് പറയുന്നതെന്ന് വെച്ചോ. ഓ, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. മര്യാദ വിട്ടത്. എടാ ചാക്കോ, അമ്മാരെ കൊണ്ട് ഒപ്പ് വാങ്ങിച്ച് പറഞ്ഞു വിട്ടേ. ഞങ്ങൾ പോട്ടെ സാർ. വേണ്ട, 2 ദിവസം കുള്ളിച്ചുകൊണ്ട് ഇവിടെ താമസിച്ചിട്ട് പോയാ മതി. നടക്കടാ.